ഫാമിലി വീക്ക് ഇന്നത്തോടെ തീർന്നിട്ടില്ല. അതെ, ഇല്ല. നമ്മളെല്ലാവരും വിചാരിക്കുമേ എല്ലാവരുടെയും ഫാമിലി വന്നില്ലേ, അപ്പൊ തീർന്നില്ല. നാളെയാണ് ഇനി പൂരം കാണാനിരിക്കുന്ന പൂരം നാളെയാണ്. കാരണം ഈ സീസണിലേക്ക് വരാൻ പോവാണ്. ആരൊക്കെ? കഴിഞ്ഞ സീസൺ 7 തമിഴിലെ വിന്നർ അർച്ചന രവിചന്ദ്രൻ. ആർക്ക് വേണ്ടി? അരുണിന് വേണ്ടി. അരുണിന്റെ ഫിയാൻസിയാണ്, അരുൺ കെട്ടാൻ പോകുന്ന പെണ്ണാണ് അർച്ചന രവിചന്ദ്രൻ. അപ്പൊ അർച്ചന വരാൻ പോവാണ്. പിന്നെ അരുണിന്റെ ഫ്രണ്ട്സ് ആണ് നാളെ വരാൻ പോകുന്ന ഫ്രണ്ട്സ് ആണ്, കണ്ടസ്റ്റൻസിന്റെ ഫ്രണ്ട്സ്. അടുത്ത് വരാൻ പോകുന്നത് സൗന്ദര്യയുടെ ഫ്രണ്ടാണ്. ആര്? കഴിഞ്ഞ സീസണിലെ ടോപ്പ് 5 ആയിരുന്ന വിഷ്ണു വിജയ്, ഗെയിമർ. നമ്മുടെ മലയാളം ബിഗ് ബോസിലെ ഒരു സിജോ മോഡൽ ആയിരുന്നു. തമിഴ് ബിഗ് ബോസിലെ ഒരു വിഷ്ണു വിജയ്. കഴിഞ്ഞ സീസണിലെ വിഷ്ണു വരുന്നുണ്ട്. പിന്നെ അൻഷിതയുടെ ഫ്രണ്ടായിട്ട് വരുന്നത് തമിഴ് ബിഗ് ബോസ് സീസൺ 5 റണ്ണറപ്പ് ആയിരുന്ന പ്രിയങ്കയാണ്. പ്രിയങ്കയും നാളെ വരുന്നുണ്ട്. മുത്തുവിൻ്റെയും മഞ്ജരിയുടെയും ഫ്രണ്ടായിട്ട് ഒരാളാണ് വരുന്നത്. 2 പേർക്കും കൂടെ ഒരു ഫ്രണ്ടാണ് വരുന്നത്, മഹേഷ് ചന്ദ്രശേഖരൻ. ഇനി അടുത്ത് പവിത്രയുടെ ഫ്രണ്ടായിട്ട് വരുന്നത് ശ്യാമന്ത. പിന്നെ ദീപക്കിന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. കുറച്ച് പേര് വരുന്നുണ്ട്, 5-6 പേരോളം വരുന്നുണ്ടെന്ന് അറിഞ്ഞു. കയറിയിട്ടുണ്ട്, അവർ ഇന്ന് കയറിയിട്ടുണ്ട്. നാളെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പേരുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ നാളെ കുറച്ച് കളി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഇന്നത്തെ എപ്പിസോഡുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അരുണിന് ഒരു എക്സ്ട്രാ ബൂസ്റ്റിംഗ് അല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? എനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നി. അരുണിന് മാത്രം ഒരു എക്സ്ട്രാ ബൂസ്റ്റിംഗ് വരുമ്പോൾ എപ്പിസോഡുകളിൽ കുറച്ച് തിളക്കം അരുണിന് മാത്രം കൊടുക്കുന്നു. അരുണിന്റെ വർഷത്തോട്ട് ബിഗ് ബോസ് ഒന്ന് ചായുകയാണോ വിജയ് TV പ്രോഡക്റ്റ് ആയതുകൊണ്ട്? കാരണം ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, നാളെ അർച്ചന വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. വിഷ്ണു വിജയ്ക്ക് വേണമെങ്കിൽ വരാം, കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റ് ആണ്. ഈ സീസണിലെ ഒരു കണ്ടസ്റ്റന്റിന്റെ ഫ്രണ്ട് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, വാട്ടോ മേ ബി വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അർച്ചന ഒരു സീസണിന്റെ വിന്നറാണ്. അപ്പം അർച്ചന നാളെ ഈ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അർച്ചന ആരുടെ ഫ്രണ്ടാണ്? ഈ പറയുന്ന അരുണിന്റെ ഫ്രണ്ടാണ്. ഇതിപ്പം അർച്ചന അരുണിന്റെ ഫ്രണ്ടാണെന്ന് എനിക്കറിയാം, നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. പക്ഷെ ടെലിവിഷൻ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഈ TV മാത്രം കാണുന്ന വീട്ടമ്മമാരുണ്ടാവും, അമ്മാമ്മമാരുണ്ടാവും, അച്ഛന്മാരുണ്ടാവും. ഫോണുകളൊന്നും അധികം ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് അധികം കയറാത്ത ആർക്കും അറിയത്തില്ല ഈ അരുൺ ഹാർലി ക്വീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെയാണ്? ഈ അർച്ചനയാണെന്നുള്ള കാര്യം. അർച്ചന നാളെ കയറി അരുണിൻ്റെ അടുത്ത് 2 കിന്നാരം പറയുമ്പോൾ തന്നെ അർച്ചനയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വൈഡ് ഓഡിയൻസ് സപ്പോർട്ട് അരുണിലേക്ക് പോകും. കുറെ പേര് പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെ പോകും. അർച്ചന കഴിഞ്ഞ പ്രാവശ്യം പ്രദീപിന്റെ ഒരു സിമ്പതി വെച്ചാണ് പിടിച്ച് കയറിയതാണ്. അങ്ങനെയാണ് അർച്ചനയ്ക്ക് വോട്ടൊക്കെ കിട്ടിയത്. അപ്പൊ അർച്ചന കയറി കഴിഞ്ഞാലും അരുണിലേക്ക് വോട്ടൊന്നും പോകത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. പ്രദീപിന്റെ മാത്രം വോട്ടുകൾ കൊണ്ടല്ല അർച്ചന ടോപ്പ് 5 എത്തിയത്. അതിന് പല പല റീസൺസ് ഉണ്ട്. പ്രദീപിന്റെ കേസ് മാത്രമല്ല, ഒരു കോർണറിങ് എന്നുള്ള സാധനം വന്നു. 1 vs all. അർച്ചന ഒരു ഭാഗത്തും പിന്നെ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം ഒരു ഭാഗത്ത് നിന്ന് കളിച്ചപ്പോഴാണ് അർച്ചനയുടെ ഭാഗത്തേക്ക് സപ്പോർട്ട് വന്നത്. പക്ഷേ കുറച്ച് വോട്ടുകൾ ആർക്കും അറിയും, അരുണിനും അറിയാൻ സാധ്യതയുണ്ട്. അതിന് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അരുണിലേക്ക് അർച്ചനയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന നാളെ കയറുമ്പം അർച്ചനയും അരുണുമായിട്ടുള്ള ബന്ധം അറിഞ്ഞുകൂടാതിരുന്നവർക്ക് അർച്ചന നാളെ കയറുമ്പോൾ ഇത് നമ്മുടെ അർച്ചന കഴിഞ്ഞ സീസണിലെ വിന്നർ, അത് വിന്നർ ആയതുകൊണ്ടാണ് പ്രശ്നം, വേറെ ആരായതുകൊണ്ടല്ല, വിന്നർ ആയതുകൊണ്ടാണ് ആ വിന്നറിനെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിന്റെ ഒരു 1%. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഒരു 1% ആരിലേക്ക് മറിയും, അരുണിലേക്ക് മറിയാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അത് മാത്രമല്ല, അർച്ചന നാളെ കയറുന്നതുകൊണ്ട് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണ് നാളെ കട്ടയ്ക്ക് നെഗറ്റീവ് അടിക്കും. നാളെ അർച്ചന വാ പൂട്ടി മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അർച്ചന കഴിഞ്ഞ സീസണിന്റെ വിന്നർ തന്നെയാണ്, ഒരു സൂപ്പർ പ്ലെയർ ഒക്കെ തന്നെയായിരുന്നു, ഭയങ്കര സപ്പോർട്ട് തമിഴ്നാട്ടിൽ കിട്ടി, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച, ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച കണ്ടസ്റ്റന്റ് ആയിരുന്നു അർച്ചന. 18 കോടി വോട്ടായിരുന്നു കിട്ടിയത്. പക്ഷേ അർച്ചന ഈ സീസൺ വിന്നറൊക്കെ ആയി. ഓക്കെ, അതിനുശേഷം അർച്ചനയുടെ പണി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ ഉള്ള അരുണിനെ പുറത്ത് PR പണി ചെയ്യുക. അരുണിനെ ആരെങ്കിലും എന്തെങ്കിലും പറയും, അർച്ചന എടുത്ത് റിയാക്ട് ചെയ്യും. ഇതാണ് അർച്ചനയുടെ ഇപ്പോഴത്തെ പണി. പുറത്തിരുന്നിട്ട് കഴിഞ്ഞ സീസണിലെ ഒരു സൂപ്പർ വിന്നർ കാണിക്കുന്ന വേലയാണ് ഈ സീസണിലിരുന്ന് ഒരു കണ്ടസ്റ്റന്റിന്റെ PR പണി ചെയ്യുക. അത് കറക്റ്റായിട്ട് അർച്ചനയുടെ സോഷ്യൽ മീഡിയ പേജസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ PR പണി ഇപ്പോൾ അർച്ചന ചെയ്യണമെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അർച്ചന നാളെ കയറി അരുണിൻ്റെ അടുത്ത് വല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ അരുണിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എന്താ വീണ്ടും ഈ PR പണി, അരുൺ അങ്ങനെ ചെയ്തു, അരുൺ ഇങ്ങനെ ചെയ്തു, അരുണിനെ എല്ലാവരും എടുത്ത് അങ്ങനെ എന്നൊക്കെ അർച്ചന വാ തുറക്കാൻ പോയി. കഴിഞ്ഞ സീസണിൽ അർച്ചന വാ ഇങ്ങനെ തുറന്നതുകൊണ്ടാണ് ജയിച്ചത്. പക്ഷെ ഈ സീസണിൽ പോയി അർച്ചന വാ തുറന്നു കഴിഞ്ഞാൽ അർച്ചനയുടെ അരുൺ താഴെ ഇറങ്ങി നെഗറ്റീവ് അടിച്ചോട്ട് വരും. അത് മാത്രമല്ല, മുത്തുവിനും അർച്ചനയ്ക്കും ഇടയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അത് ഈ സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളാണ്. മുത്തുവായിട്ടുള്ള ഡയറക്റ്റ് ഇഷ്യൂസ് അല്ല, സോഷ്യൽ മീഡിയയിൽ ട്വീറ്റ് ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ട് പോസ്റ്റ് ഇടുന്നതും ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി നാളെ കയറി മുത്തുവിനെ വെല്ലുവിളിക്കുമെന്നൊന്നും അറിയത്തില്ല. എങ്കിൽ പിന്നെ തീർന്ന്
അതാണ് അർച്ചന കേരളയിലുള്ള പ്രശ്നം. പക്ഷെ വിഷ്ണു വിജയ് കേരളയിലൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും വരത്തില്ല. വിഷ്ണു വിജയും സൗന്ദര്യം കൂടെ ഇഷ്ടത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ അവർ കയറി കഴിഞ്ഞാൽ വലിയ വോട്ടിന്റെ ബേസിസിൽ വലിയ മാറ്റമൊന്നും വരത്തില്ല. നമുക്ക് വേണമെങ്കിൽ പ്രിയങ്ക കയറുമ്പോൾ മാറും എന്നൊക്കെ പറയും. പ്രിയങ്ക റണ്ണറപ്പ് ആയതല്ലോ. പക്ഷെ അത് എത്ര വർഷം മുന്നെയാണ്? 3 വർഷം മുന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിജയ് ടിവിക്ക് അരുണിനെയൊക്കെ ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തോരം ഫ്രണ്ട്സ് ഉണ്ട് അരുണിന്. ഈ അർച്ചനയെ തന്നെ കൊണ്ട് കയറ്റേണ്ട കാര്യം എന്താണ് എന്നുള്ള ഒരു ഇതിലേക്ക് എനിക്ക് തിങ്ക് ചെയ്ത് പോയി. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ഗെയിം ഉണ്ട്, അത് ഞാൻ നാളെ പറയാമെന്ന്. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് അതിനങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ പലപ്പോഴും അരുണിലേക്ക് ഒരു സാധനം വരുന്നുണ്ട്. വിജയ് സേതുപതി എന്ന് എല്ലാവരെയും കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കളിക്കണം, ഇങ്ങനെ കളിക്കണം. അപ്പോൾ അരുണിനെ വിളിച്ചിട്ട് യു ആർ ദ സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ഇത്രയാണ് പറഞ്ഞത്. ആ സമയത്ത് അരുൺ സ്ട്രോങ് അല്ലാത്ത ഒരാളെ വിളിച്ച് യു ആർ ദ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതായിരുന്നു. അരുണിന് കൊടുത്തിട്ടുള്ള കോഡ് വേർഡാണിത്. അത് മാത്രമല്ല, ഇന്ന് അരുണിന് എല്ലാവരുടെ ഫാമിലി വീക്ക് വന്നു. ഓരോരുത്തർക്കും ഓരോ മെത്തേഡായിരുന്നു. പക്ഷെ അരുണിനെ കൺഫഷൻ റൂമിൽ വിളിക്കുന്നു, നിങ്ങളുടെ ഫാമിലി വരില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഫാമിലി വരില്ല, വീഡിയോ കോളിലേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺഫഷൻ റൂമിൽ വെച്ച് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ബൂസ്റ്റിംഗ് സാധനമുണ്ട്. ഇതൊക്കെ എപ്പിസോഡിൽ കുറേ ലെങ്ത് ആയിട്ട് കാണിക്കും. എപ്പിസോഡ് ഇപ്പം നമ്മൾ ലൈവ് കാണുന്ന ആൾക്കാരല്ല, എപ്പിസോഡ് കാണുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെ ഫാമിലി എൻട്രി ടൈം ഒരു 5 മിനിറ്റിനകത്താണെങ്കിൽ ആരുണ്ടത് ഒരു 10 മിനിറ്റ് വരും. കാരണം ഇവർ വരുന്നില്ല എന്ന് പറയുന്നു, കൺഫഷൻ റൂമിൽ വിളിക്കുന്നു, സമാധാനിപ്പിക്കുന്നു, ടെക്നിക്കൽ ഇഷ്യൂസ് ആണെന്ന് പറയുന്നു, അരുൺ വിഷമിക്കുന്നു, വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടിക്കുന്നു, പിന്നെ വിളിക്കാന്ന് പറയുന്നു, പുറത്തിറങ്ങുന്നു, അമ്മയച്ഛനും വരുന്നു. അപ്പോൾ ഇത്തിരി ലെങ്ത് എപ്പിസോഡിൽ കിട്ടും. എപ്പിസോഡിൽ ലെങ്ത് കൂടുതലുള്ളത് ആർക്കാണോ, അതിപ്പം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവരിലേക്ക് ഓഡിയൻസ് തിരിയും. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അരുണിൻ്റെ മാത്രം എനിക്ക് ഇത്തിരി ഒന്ന് ബൂസ്റ്റിംഗ് ചെയ്ത് കൊടുത്ത പോലെ തോന്നി. ഇന്നലെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സൗന്ദര്യം എനിക്ക് ഇഷ്ടമല്ല, സൗന്ദര്യം ഞാൻ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സീസണിൻ്റെ അവസാനം ഞാൻ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിനെ പറയും. എനിക്കൊരാളെ ഇഷ്ടമാണ് ഈ സീസണിൽ, ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്. പക്ഷേ വോട്ടൊന്നും ചെയ്യത്തില്ല. ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ്, ആ കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. അത്രയ്ക്ക് നെഗറ്റീവാണ് ഞാൻ ആ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് സൗന്ദര്യമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് ഞാൻ എല്ലാവരെ കുറിച്ചും സൗന്ദര്യം നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതെന്നും മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമെന്നും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സൗന്ദര്യം ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇന്നലെ സൗന്ദര്യയുടെ വീട്ടുകാർ തന്നെ വന്ന് പറഞ്ഞു. ഞാൻ മെനിഞ്ഞാന്ന് കേട്ട വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗെയിം, കോണ്ടന്റ്, ടാസ്ക്, ഈ 3 സാധനം വെച്ച് അവിടെ എത്തുന്ന പല ആൾക്കാരുണ്ട്. സൗന്ദര്യ കോണ്ടന്റ് വെച്ചാണ് എത്തുന്നത്. അതൊട്ടും മോശമായ ഒരു കാര്യമല്ല. അത് ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നു. കോണ്ടന്റ് വെച്ച് വെറും കണ്ടന്റ് ഉണ്ടാക്കി ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആണ് സൗന്ദര്യ. ഇന്നലെ വന്ന് സൗന്ദര്യ ഈ വീട്ടിൽ കാണിക്കില്ല ഈ എക്സ്പ്രഷൻ. സൗന്ദര്യക്ക് വീട്ടിലില്ലാത്ത സ്വഭാവം മൊത്തം ഇതിനകത്ത് വന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാണ് സൗന്ദര്യയുടെ മുഖം മൂടി വീട്ടുകാർ തന്നെ വലിച്ചു കീറിയ കാര്യമാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇന്നത്തെ ഒരു ട്രെൻഡ് പോയതനുസരിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തു വിന്നറാവും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരുടെ ഫാൻസിനെ ആയിരിക്കും. ഇപ്പം ബാക്കി 4 പേര് വരും. 4 പേര് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള 1-2 പേര് അതിനകത്ത് കാണും. ഫാമിലി വീക്കിൻ്റെ അവസാനത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അറിയാം, മലയാളം ബിഗ് ബോസിലും തമിഴ് ബിഗ് ബോസിലും അങ്ങനെയാണ് ട്രെൻഡ് വരുന്നത്. ഫാമിലി വീക്കിൻ്റെ ലാസ്റ്റ് ഡേ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഈ സീസണിൽ സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാരുടെ ഒരു ഫാമിലി ആയിരിക്കും. ഇപ്പം 4 ഫാമിലി കയറുമെങ്കിൽ ഒരു 2 ഫാമിലിയും ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരുടെ, അതായത് അവരുടെ ഫാമിലിയെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത ആൾക്കാരിരിക്കും. അയ്യോ ഇവരുടെ ഫാമിലി എപ്പോൾ വരും, ഇവരുടെ ഫാമിലി എപ്പോൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനത്തെ ഫാമിലിയെ അവർ ലാസ്റ്റ് കയറ്റി വിടത്തുള്ളൂ. അത് കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ സീസണിൽ നമ്മുടെ മുത്തുവിൻ്റെയും ജാക്ലിൻ്റെയും ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഇന്നത്തെ ദിവസം കയറ്റിവിട്ടത്. മാത്രമല്ല, കഴിഞ്ഞ നമ്മുടെ മലയാള സീസണിൽ ജാസ്മിൻ ജാഫറിന്റെ ഫാമിലി വരുന്ന കാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നില്ലേ, അവരെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് വോട്ടെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഭയങ്കര ചർച്ചാ വിഷയമാവുന്ന കണ്ടസ്റ്റന്റുകളെ കുറിച്ചിട്ടായിരിക്കും അവരുടെ ഫാമിലി ആയിരിക്കും ലാസ്റ്റ് ഡേയിൽ വരുന്നത്. ഇപ്പോൾ 1-2 വർഷത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം തമിഴ് ബിഗ് ബോസിൽ എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പം എനിക്ക് തോന്നുന്നത് മുത്തു തന്നെ ആയിരിക്കും കേട്ടോ. മിക്കവാറും വിന്നർ ആവാൻ പോകുന്നത് മുത്തു തന്നെ ആയിരിക്കും. റണ്ണർ അപ്പ് ജാക്ലിനും ആയിരിക്കും. തേർഡ് പൊസിഷനിൽ സൗന്ദര്യം വരാൻ ചാൻസ് ഉണ്ട്. അതിന് താഴെ ചിലപ്പോൾ ദീപക്കോ മഞ്ചരിയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ഡേ 81 ബിഗ് ബോസ് സീസൺ 8 ഡിസംബർ 26 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം.
അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് സോങ് കേൾക്കുവാണ്. എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് മുറ്റത്ത് ഇറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുമ്പോഴാണ് വാതിൽ തുറക്കുന്നത്. നമ്മളെ ജാസ്മിൻ ജാഫറിന്റെ ഫാമിലി എൻട്രി ചെയ്ത പോലെ മോർണിംഗ് സോങ് കേൾക്കുമ്പോൾ വാതിൽ തുറക്കുന്നു. ജെഫ്രിയുടെ അമ്മയും അച്ഛനും കയറുന്നു. ഇന്ന് ആർക്കും ഹിന്റ് ഒന്നും കൊടുത്തിട്ടില്ല. ആരുടെ വീട്ടുകാരും വന്ന് ആർക്കും ഹിന്റ് ഒന്നും കൊടുത്തില്ല. അപ്പം ജെഫ്രിയുടെ അമ്മ വരുന്നു. മുത്തുവിൻ്റെ കോമഡി ഫണ്ണാണ്, സൗന്ദര്യയുടെ മുടി ഫണ്ണാണ്, റാണവിൻ്റെ ഡാൻസ് ഫണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജെഫ്രിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അച്ഛൻ പറയാണ്, നീ എന്താണ് പാട്ട് പാടാത്തത്? നീ പാട്ട് പാടാനല്ലേ ഇവിടെ വന്നത്? പാട്ടൊക്കെ കുറച്ചേ ഉള്ളൂ. ജെഫ്രി പറയണം, എനിക്കിവിടെ ഓരോന്നാലോചിക്കുമ്പോൾ തലവേദനയാണ്, ഇവിടെ പെയിൻ കില്ലറും കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജെഫ്രിയുടെ അമ്മ ജെഫ്രിക്കും അപ്പം അൻഷിത അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ജെഫ്രിക്കും നീയൊക്കെ നമ്മൾ രണ്ടുപേരെ മക്കളെ പോലെ തന്നെയാണ് നിങ്ങൾ, എനിക്കൊരു മാറ്റമില്ല, നീ അവിടെ ഇരുന്നോ. പിന്നെ ആർക്കും ജെഫ്രിയെ പിടിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ടാസ്കിൽ. ജെഫ്രി ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ ഒക്കെ ചാടി നടന്നു, അതൊക്കെ സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്നത്. അതൊക്കെ അമ്മ പറഞ്ഞ് ശരി തന്നെയാണ്. കാരണം ജെഫ്രി കഴിഞ്ഞ ടാസ്കിൽ സൂപ്പറായിട്ട് കളിച്ചു. ഏത് ആ സിംഗിൾ ടാസ്കിൽ. അപ്പോൾ ജെഫ്രി പറയണം, ഇവിടുത്തെ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പ്രശ്നമായിട്ട് മാറുന്നത്, ഇവിടുത്തെ ചെറിയ കാര്യം. അപ്പോഴത്തേക്കും ജെഫ്രിയുടെ അമ്മ, ഇവിടെ നമ്മളെ വീട്ടിലുള്ളവരെ ഫോണില്ല, TV ഇല്ല, ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന വാ തുറന്ന് സംസാരിക്കാനാണ്, അപ്പോൾ ഇതെല്ലാം ഉണ്ടാവും എന്ന് പറയാണ്. അതിനുശേഷം ബിഗ് ബോസ് വിരോധം ഉണ്ടാവും എന്ന് ചോദിക്കുന്നു ആരടുത്തെങ്കിലും. അപ്പോൾ അമ്മ പറയണം, അത് ജാക്ലിൻ പറഞ്ഞതുപോലെ ജെഫ്രി ഈ ഗ്രൂപ്പിൽ നിന്നും ഇപ്പം മാറി നിന്ന് കളിക്കുകയാണെന്ന് പറഞ്ഞു. അത് വിജയ് സേതുപതി പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ സത്യയുടെയും അൻഷിതയുടെയും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടക്കം മുതലേ ജെഫ്രിക്ക് ഉണ്ടായിരുന്നു, അത് മാറിയില്ലല്ലോ. അവരുടെ കൂടെ ഇപ്പോഴും അങ്ങനെയുണ്ട്, കാരണം അതിനൊരു ലിമിറ്റ് ഉണ്ട്, അത് ഗെയിമിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ തെറ്റായി എന്താ പറയുക എടുക്കരുത് ആ ഒരു കാര്യം എന്ന് പറഞ്ഞ് ജാക്ലിനെ പറയുകയാണ്. പക്ഷേ ജെഫ്രി ഈ സാധനമൊക്കെ ശരി തന്നെ, അമ്മ പറഞ്ഞ കേസൊക്കെ ശരി തന്നെ ആണെങ്കിലും ജെഫ്രി അവരെ കൂടെ നിന്ന് മൊത്തം ഊറ്റി പറിച്ചെടുത്തിട്ട് ചാടി പോകുന്ന ഒരു സ്വഭാവമാണ് ജെഫ്രിയുടേത്. വിശാൽ സേഫ് ഗെയിം ആണ് എന്നൊക്കെ പറയുന്നു. അൻഷിതയ്ക്ക് ഒരു കൈ നിറച്ച് വളയം കൊണ്ടുവന്ന് ഊരി അൻഷിതയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് ജെഫ്രിയുടെ അമ്മ. സൗന്ദര്യയ്ക്ക് ഒരു പൊട്ടൊക്കെ കയ്യിൽ ഒളിപ്പിച്ചുകൊണ്ട് വന്നിട്ട് നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നു. അതിനുശേഷം ടാസ്ക് ആണ് അമ്മയും ജെഫ്രിയും ഒരുമിച്ച് പാട്ട് പാടുക. പാട്ടൊക്കെ പാടുന്നു, അവർ പോകുന്നു. വേറെ പ്രത്യേകിച്ച് ഹിൻ്റൊന്നും ജെഫ്രിക്ക് കിട്ടുന്നില്ല. അതിനുശേഷമാണ് അരുണിനുള്ള ബൂസ്റ്റിങ്. ബിഗ് ബോസ് അരുണിന്റെ കുടുംബക്കാർ വരില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അതിനാൽ അവർ വീഡിയോ കോളിലായിരിക്കും വരിക, കൺഫസ് റൂമിലേക്ക് വരിക. അപ്പോൾ എന്തെങ്കിലും അപ്പം അരുൺ എല്ലാവരും കെട്ടിപ്പിടിക്കുന്ന കുഴപ്പമില്ല വീഡിയോ കോളിൽ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അരുൺ നേരെ കൺഫസ് റൂമിൽ പോകുന്നു. ബിഗ് ബോസ് പറയുന്നത് പേടിക്കാനൊന്നുമില്ല, അവരിപ്പോൾ കോളിൽ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ സ്ക്രാച്ച് പോലെ കാണിക്കുന്നു. അരുൺ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യുക എന്ന് പറയാണ്. എന്നിട്ട് ഇപ്പൊ തന്നെ ഒരു കോൾ കണക്ട് ആവും എന്ന് പറഞ്ഞുകൊണ്ട് അരുണിനെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവിടെ കൺഫസ് റൂമിൽ ഇരുത്തുകയാണ്. പുറത്ത് പോയി വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ഇതേ സമയം പുറത്ത് സ്റ്റോർ റൂമിൽ കൂടെ അരുണിന്റെ അമ്മയും അച്ഛനും വരുന്നു. വീട്ടുകാരൊക്കെ കാണുന്നു. അപ്പോൾ അരുണിന് സർപ്രൈസ് കൊടുക്കാനാണെന്ന് മനസ്സിലാവുന്നു. അരുൺ പുറത്തിറങ്ങി വരുന്നു. അപ്പോൾ കാണുന്നില്ല, അമ്മയും അച്ഛനെയും കൂടെ അവർ റൂമിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അരുൺ പറയണ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ഇപ്പം കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര വിഷമമായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് അമ്മയും അച്ഛനും വരുന്നു. അരുണിന് ഭയങ്കര സന്തോഷമാവുന്നു. അരുൺ ഓടിപ്പോയി എന്ത് ചെയ്യുന്നു, കാൽ തൊട്ട് നമസ്കരിക്കുന്നു, കണ്ണിലൊക്കെ വെക്കുന്നു. ഗെയിം ആണല്ലോ, പലതും ഗെയിമാണ്. ഇപ്പം പറയാം എനിക്ക് അരുണിൻ്റെ അടുത്ത് ദേഷ്യമാണെന്ന്. ഇല്ല, നോക്കിക്കോ. എന്നിട്ട് ഭയങ്കര അപ്പം കാല് തൊട്ട് വണങ്ങുന്നു. അപ്പം അച്ഛൻ, നീ എന്താ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടാ, സൂപ്പറാണ്, പക്ഷെ നിന്റെ മോൻ കണ്ടിട്ട് ഭയങ്കര ഡള്ളായിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പം അരുൺ പറയാം ഒന്നുമില്ല. അപ്പം അച്ഛൻ, എടാ എല്ലാവരും എൻ്റർടൈനിങ് ആണ് കേട്ടോ, എല്ലാവരും എൻ്റർടൈനിങ് ആണ്. എന്നിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. അരുണിൻ്റെ അടുത്ത് പറയാണ്, അമ്മ പറയാണ്, നീ ക്യാപ്റ്റൻസിയിൽ സൂപ്പറായിട്ട് ചെയ്തു നിന്റെ ക്യാപ്റ്റൻഷിപ്പ്. അപ്പോൾ അച്ഛൻ പറയുന്നു, നിന്റെ വൈസ് പ്രിൻസിപ്പൽ റോൾ ഉണ്ടല്ലോ സ്കൂൾ ടാസ്കിൽ, ഫാന്റാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ അമ്മ, കിച്ചൺ ഇൻചാർജായിട്ട് നീ നിന്നപ്പോൾ നീ എല്ലാവർക്കും ആഹാരം കൊടുത്തിട്ട് അവസാനം കഴിച്ചതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അച്ഛൻ, നീ ഒരു ഹ്യൂമാനിറ്റി കാണിച്ചു, ഒരു ടഫ് കോമ്പറ്റീറ്റർ ആണ് നീ, ഹ്യൂമാനിറ്റി കാണിക്കുന്നവനാണ് നീ. അപ്പോൾ അമ്മ, നീ കരഞ്ഞപ്പോൾ എനിക്ക് ഒരുമാതിരി ആയിപ്പോയി മോനെ. അപ്പോൾ അച്ഛൻ, വിജയ് സേതുപതി പറഞ്ഞില്ലേ നീ സ്ട്രോങ് ആണെന്ന്, നീ ഗെയിം കളിക്കടാ, ഗെയിം കളിക്കും. പിന്നെ നിന്നെ ഇവിടെ പലരും കോർണർ ചെയ്യും, നീ അതൊന്നും കാര്യമാക്കണം. നീ എന്തുകൊണ്ടാണ് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് കോർണർ ചെയ്യുന്നത്. സോ അതാണ്. അപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇവിടെ ആരുടെ ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയണം. പക്ഷെ അരുണിൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത പോയിന്റ്സ് ഒക്കെ സൂപ്പറാണ്. അരുണിനെ കോർണർ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അരുൺ ചെയ്ത് വെക്കുന്ന വേലയ്ക്കാണ് ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ഈ സാധനം, നീ ഗെയിം അരുൺ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, കളിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കയറി വരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. തുടക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വൈൽഡ് കാർഡ് വന്നത് മുതൽ ഒരു ഡേ 50 വരെ അരുൺ സൂപ്പർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ അരുൺ ഇടിഞ്ഞങ്ങ് പോയി. അരുണിന് കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരൊറ്റ ആഴ്ചയേ ഉള്ളൂ ടിക്കറ്റ് ഫിനാലെ. ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് അരുൺ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അരുൺ ഉറപ്പായിട്ടും ടോപ്പ് 5 വരും. അരുണൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ അരുണൊക്കെ ഒരു ടോപ്പ് 6 ടോപ്പ് 7 ഒക്കെ ഇപ്പം നിലവിൽ ഒരു ടോപ്പ് 7 വരെ ഡിസർവിങ് ആണ്. അതിനൊക്കെ താഴേക്കൊക്കെ പോകും ചിലപ്പോൾ, ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ അരുണൊക്കെ ജസ്റ്റ് ഒന്നതേ ഇപ്പം ഇവിടെ നിൽക്കുന്ന അരുണൊന്ന് മുൻപിലോട്ട് ഒരു പൊടിക്കൊന്ന് അനങ്ങി കഴിഞ്ഞാൽ സുഖമായിട്ട് ടോപ്പ് 5 കയറി വരും. അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ അരുണിന് ഉണ്ട്. അപ്പം അത് വരുമോ എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം പിന്നീട് എന്താ പറയുക, അച്ഛൻ പറയുകയാണ് എല്ലാവരും വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പറയാണ്, ആസ് എ വ്യൂവർ മഞ്ചരി ആ ഒരു പാരന്റിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോൾ ബൊമ്മ ടാസ്കിൽ
തല ഇങ്ങനെ ഞെരിച്ചിടാൻ അരുൺ പറഞ്ഞ ആ ഒരു കേസ് വെറുതെ ഫണ്ണായിട്ടാണ് പറഞ്ഞത്. മഞ്ജരിയുടെ ഫാമിലി വന്നപ്പോൾ സങ്കടമായെന്ന് പറഞ്ഞു. അത് അരുൺ ഫണ്ണായിട്ടാണ് പറഞ്ഞത്, നമ്മൾ കണ്ടായിരുന്നു. ഒരു 4-5 ആഴ്ചയായിട്ട് ഇപ്പം മുത്തു അങ്ങനെ 4-5 ആഴ്ച മുൻപ് മുത്തു അനാവശ്യ കാര്യം അരുണിന്റെ മേലെ ഇങ്ങനെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അരുണിന്റെ ഇങ്ങനെ സംസാരിക്കാൻ പോകാനേ വയ്യ, അത്രയ്ക്ക് എനിക്ക് പറയുന്ന എനിക്ക് തിരിച്ച് പറയാനേ വയ്യ എന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം ഗെയിമാണ്, ഗെയിമിനെ ഗെയിമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ വളരെ നല്ല കാര്യം. അടുത്ത ദീപക്കിന്റെ ഭാഗത്തു നിന്ന് ഒരു ലേബറിന് ഇത്ര ടീ മതി എന്ന് പറഞ്ഞ കാര്യം ദീപക് പറഞ്ഞതുകൊണ്ട് വിഷമായി. വേറെ ആര് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാവൂലായിരുന്നു. ദീപക് അത് പറയാൻ പാടില്ലായിരുന്നു, ഹേർട്ടായി എന്നൊക്കെ പറയുന്നു. അടുത്ത് ജെഫ്രി ചോദിക്കുന്നു ഹാർലി ക്വീൻ എങ്ങനെയുണ്ട്, വന്നില്ലേ എന്നൊക്കെ. ഹാർലി ക്വീൻ ആരാ? കഴിഞ്ഞ സീസണിൽ അർച്ചന, ഇവർ കല്യാണം കഴിക്കാൻ പോവാ. അപ്പൊ അച്ഛൻ പറയാണ് പുറത്തുണ്ട്. പിന്നെ അരുൺ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഓക്കെയാണ്, കാരണം അവൻ ഡിസിഷൻ എടുക്കാൻ എപ്പോഴും സൂപ്പർ ആയിരിക്കും. 10 ആളിന്റെ ബലമാണ് നമ്മുടെ അരുണിന്. ടാസ്ക് കൊടുക്കുന്നു, അരുണിന്റെ അടുത്ത് ചപ്പാത്തി ചുട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനാണ്. ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ട് കൊടുക്കുന്നു. അതിനുശേഷം വീട്ടുകാർ പോവാണ്. അർച്ചനയെ തിരക്കി എന്ന് പറയേ എന്നിങ്ങനെ അരുൺ പറയുന്നുണ്ട്. എപ്പോഴും ഹാർലി എന്നാണ് അരുൺ പറയുന്നത് അർച്ചനെ. ആദ്യമായിട്ടാണ് അർച്ചനയെ തിരക്കി എന്ന് പറയുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് ദെൻ പിന്നീട് എന്ത് ചെയ്യുന്നു, അടുത്ത പാട്ട് വരുന്നു, നീയേ ഞാനേ. അപ്പം ജാക്ലിൻ കരഞ്ഞുകൊണ്ട് പോകുന്നു. ഫ്രണ്ട് ഗ്ലാസ് അടച്ചിരിക്കുന്നു. വെളിയിൽ പോകാൻ നിവർത്തിയില്ല. മലയാളം ബിഗ് ബോസിൽ അതുപോലത്തെ ഒരു സംഭവം തന്നെ. അപ്പം ബ്ലൈൻഡ്സ് പൊങ്ങുന്നു. ജാക്ലിൻ്റെ അമ്മയും അനിയത്തിയാണോ ഫ്രണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മ അനിയത്തിയും വരുന്നു എന്ന് ഞാൻ പറയാനുള്ളേ. അമ്മ അനിയത്തിയും വരുന്നു. ലിവിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. ക്രിസ്മസ് പാപ്പയായിട്ട് ഒരാൾ മുഖം മൂടിയെ കാണിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ജാക്ലിൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ജാക്ലിൻ ഞാൻ വന്നു പറഞ്ഞ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇവിടെ? അപ്പം അമ്മ പറയേ ഇല്ല. അപ്പൊ ജാക്ലിൻ പറഞ്ഞു ഞാൻ നിങ്ങളെ നാണം കെടുത്തിയോ? അപ്പം അനിയത്തി ഒന്നും ഇല്ലടേ. അപ്പൊ ജാക്ലിൻ ഞാൻ എന്തെങ്കിലും മോശമായിട്ടാണോ ഇവിടെ കാണിക്കുന്നത്? അയ്യോ ഒന്നും ഇല്ല. അപ്പൊ ജാക്ലിൻ എടാ നീ വന്നോ, നിന്നെ എങ്ങനെ കയറ്റി വിട്ടു? ഞാൻ വിടാൻ പറഞ്ഞിരുന്നു, ഫ്രണ്ടിനെ പറഞ്ഞ് അയക്കണം പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നിന്നെ കയറ്റി വിട്ടോ? നിന്റെ വീട്ടിലെന്ത് പറഞ്ഞു? വീട്ടിലൊക്കെ ഓക്കെയാണ് എന്നിങ്ങനെ. അപ്പൊ എനിക്കൊരു സംശയം, വീട്ടിലെന്ത് പറഞ്ഞെന്നാ? അപ്പൊ എന്തോ ഉണ്ട്. കാരണം ജാക്ലിൻ 2 ദിവസം മുന്നേ ഫാമിലി വീക്ക് തുടങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞായിരുന്നു എൻ്റെ പറ്റുമെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കയറ്റി വിടണേ ഒന്ന് കൊഞ്ചി പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ റിവ്യൂല് പറഞ്ഞത് എന്തോ ഇവർക്ക് ലവർ ഉണ്ടോ എന്തോ. ആ ലവറിന്റെ അപ്പൊ എനിക്കിത് ലവർ ആണെന്നാണ് തോന്നുന്നത്. കാരണം അവന്റെ കൈയൊക്കെ പിടിച്ച് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിലല്ല നടക്കുന്നത്. കൈയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പിടിച്ചാണ് നടക്കുന്നത്. അപ്പൊ എനിക്കൊരു ലവറായിട്ട് തോന്നി. പക്ഷെ അങ്ങനെയാണെങ്കിൽ നാളെ കയറ്റി വിടണമെന്ന് പൊളിച്ചേനെ. അപ്പോൾ എന്താണ് അതിനുശേഷം ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. ജാക്ലിൻ പറഞ്ഞ ഫ്രണ്ട്സിനെ എന്നാൽ എങ്ങനെ വിട്ടു? ഞാൻ അതാണ് എനിക്കൊരു ഇതായിട്ടിരിക്കുന്നത്. അപ്പം എന്നിട്ട് ജാക്ലിൻ പറഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് പുറത്ത് എൻ്റെ കാര്യം എന്തെങ്കിലും നെഗറ്റീവ് ആവുമെന്നായിരുന്നു എൻ്റെ പേടി. അപ്പം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ജാക്ലിൻ ഞാനിനി എന്ത് ചെയ്യണം, എന്താണ് ഞാൻ ഇനി ചെയ്യാനുള്ളത്, എന്തൊക്കെ ചെയ്യണ്ട? അപ്പം ഫ്രണ്ട് ചോദിക്കുകയാണ് നിനക്ക് എന്ത് തോന്നുന്നു, നിന്റെ ട്രാക്ക് എങ്ങനെ പോകുന്നു എന്ന് തോന്നുന്നു? അപ്പോൾ ജാക്ലിൻ പറഞ്ഞു എൻ്റെ ട്രാക്ക് വളരെ നന്നായിട്ട് പോകുന്നു, ഞാൻ നന്നായിട്ട് കളിക്കുന്നു എന്നാണ് തോന്നുന്നത്. അത് തന്നെ നീ ഇപ്പം ചെയ്യുന്ന എന്താണോ അത് തന്നെ ചെയ്യുക എന്ന് പറയുക. അത് ജാക്ലിന് കിട്ടിയ സൂപ്പർ സാധനം. നീ ഒന്നുമേ ചെയ്യണ്ട, നീ ഇപ്പം എങ്ങനെയാണ് അതുപോലെ ഇരിക്കും. എനിക്ക് ജാക്ലിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ള ഒരു സാധനം, ജാക്ലിൻ ഇപ്പം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ വേയിൽ പോയി കഴിഞ്ഞാൽ ജാക്ലിൻ സുഖമായിട്ട് ടോപ്പ് 2 എത്തും. വിന്നറിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടെ, അത് വോട്ട് ബേസിസിലാണ്. ടോപ്പ് 2 സുഖം ഇതുവരെയുള്ള പെർഫോമൻസ് ബേസ് ചെയ്ത് ടോപ്പ് 2 ഏറ്റവും കൂടുതൽ അർഹതയുള്ള ഒരു പ്ലെയർ ഈ പറയുന്ന ജാക്ലിൻ ആണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ ടോപ്പ് 2 ജാക്ലിൻ ഉറപ്പായിട്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് അപ്പം നീ ഇപ്പം എങ്ങനെയാണോ അതുപോലെ നീ ഒറ്റയ്ക്ക് കളിക്കണം, അത് മാത്രമേ നിൻ്റെ അടുത്ത് പറയാനുള്ളൂ. പിന്നെ അമ്മ എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ ഡെവിൽ ടാസ്കിൽ മാത്രമേ പറ്റാവുള്ളൂ. എന്തുകൊണ്ട് നിനക്ക് ഡെവിൽ ആവാൻ പറ്റില്ല? നിനക്ക് ഡെവിൽ ആവണം, എല്ലാവരും ട്രൈ ചെയ്തില്ലേ, നീയും ചെയ്യണമായിരുന്നു. ആദ്യത്തെ ആഴ്ചയും 2ാമത്തെ ആഴ്ചയും ഉള്ളവർ ജാക്ലിൻ എവിടെ പോയി? ജാക്ലിൻ വേണം. അപ്പോൾ ജാക്ലിൻ പറഞ്ഞു ഞാൻ മെൻ്റലി ഒരുമാതിരിയായി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, പോട്ടെ ഇനി 3 ആഴ്ചയും കൂടിയല്ലേ ഉള്ളൂ അമ്മ പറയുന്നു. അപ്പോൾ 12 വീക്ക് ഞാൻ നോമിനേഷനിൽ വന്നു. അപ്പം ഫ്രണ്ട് പറയണേ എടി ഹിസ്റ്ററി ഓഫ് തമിഴ് ബിഗ് ബോസ് ആണ്, അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള കോൺസിക്യൂട്ടീവ് 12 വീക്കുകളിൽ നീ നോമിനേഷനിൽ വന്നിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ജാക്ലിൻ പറയാണ് ആരും ഞാനിവിടെ എന്തും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് പറയുന്നില്ല. അപ്പോൾ ഫ്രണ്ട് പറയാണ് കാണുന്നവർക്കറിയാം നല്ലത് ഏത് തെറ്റേതെന്ന്. അപ്പോൾ അമ്മ പറയാണ് നീ പുറത്ത് ടൈറ്റിൽ വിന്നറായിട്ട് വരണം എന്ന് പറയുന്നത്. ജാക്ലിൻ ഇത്രയും ഗ്രൂ ഒക്കെ മതി. കാരണം ജാക്ലിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ലിൻ്റെ അടുത്ത് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നത് പറയേണ്ട കാര്യമില്ല. കാരണം ജാക്ലിൻ ഗ്രൂപ്പായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ആ ജാക്ലിൻ നെഗറ്റീവ് ആവുന്നില്ല. നെഗറ്റീവ് ആയാലേ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, ജാക്ലിൻ ഈ പറഞ്ഞ ഇപ്പം നിൽക്കുന്ന നിലവിൽ ജാക്ലിൻ ഒരു ടോപ്പ് 2 അർഹതപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ആ ടോപ്പ് 3ലേക്ക് ജാക്ലിൻ തള്ളപ്പെട്ടാൽ പോലും അത് ഭയങ്കര അൺഫെയർ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ വിന്നർ ആവുന്നത് ഒന്നുകിൽ മുത്തു ഇല്ലെങ്കിൽ ജാക്ലിൻ, 2 പേരിൽ ഒരാളെ ആവത്തുള്ളൂ. കാരണം 3ാമത് ആരിലേക്കും പോകത്തില്ല. ആരിലേക്കും ടൈറ്റിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നു ആര് തോന്നുന്നു വിന്നർ ആവുമെന്ന്? എനിക്ക് തോന്നുന്നു മുത്തു തന്നെയായിരിക്കും. ഒരു 80% മുത്തു തന്നെയായിരിക്കും. പിന്നെ ജാക്ലിനും ഒരു 20% മാത്രമേ വിന്നർ ആവാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും ടോപ്പ് 2 ജാക്ലിൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ബിഗ് ബോസ് ചോദിക്കുന്നു വിരോധം ആരോടെങ്കിലും ഉണ്ടോ? അപ്പോൾ തന്നെ ഗേൾഫ്രണ്ട് പറയാണ്, നമ്മുടെ ജാക്കലിൻ്റെ അനിയത്തി പറയാണ് ജെഫ്രിയുടെ അടുത്താണ്. ജെഫ്രി ഒപ്പീനിയൻ എല്ലാവർക്കും ഉണ്ട് അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അവൾ ആരാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അവളൊരു ബ്രദറിനെ പോലെയാണ് നിന്നെ കരുതുന്നത്. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ ഡയറക്റ്റ് പറ, പിന്നിൽ നിന്ന് പറയരുത്. ഫസ്റ്റ് വീക്ക് മുതലേ നിന്നെ ഒരു അനിയനായിട്ട് അവളെ ചൂസ് ചെയ്തതാണ്. തെറ്റുണ്ടെങ്കിൽ നേരെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞോ, നീ എന്നല്ല ആരായാലും. അൻഷിത വിശാലെ ഫുഡൊക്കെ അടിപൊളി എന്ന് പറയുകയാണ്. അത് വളരെ സൂപ്പർ ഒരു സാധനമാണ് ജെഫ്രിക്ക് കൊടുത്തത്. എന്ത് പറയാനുണ്ടോ നിങ്ങൾക്ക് ആർക്കായാലും അവളുടെ മുഖത്ത് നോക്കി പറയണം. അവളുടെ അടുത്ത് തന്നെ ആരെടുത്താലും മുഖത്ത് നോക്കി വരാം, പിന്നെ നിന്ന് പറയരുത്. അപ്പോൾ ജെഫ്രി പറയണം നിങ്ങൾക്ക് ഹർട്ടായെങ്കിൽ സോറി. അപ്പോൾ അമ്മ പറയാണ് ദീപക്കെ എൻ്റെ മോൾക്ക് എനർജി കൊടുത്തു, എന്താ ഇങ്ങനെ നിന്ന ഒരു തളരും എനർജി കൊടുത്തു, നന്നായി. അരുണം നല്ലതുപോലെ കത്തി കയറുമെങ്കിലും പിന്നീട് പോയി സമാധാനിപ്പിക്കും. സൗന്ദര്യ ഫൺ ചെയ്യും. മുത്തു എൻ്റെ മോളെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് നീ. മഞ്ജരി താങ്ക്സ് എൻ്റെ മോളെ പൊതിഞ്ഞ് വെക്കുന്നതിൽ. റയാനും പവിയും ഒക്കെ കൂടെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ബിഗ് ബോസ് അതിനുശേഷമാണ് എന്താ പറയുക നമ്മുടെ ബോയ് ഫ്രണ്ട് പറയുന്നത് ടാസ്ക് ഒക്കെ ഭയങ്കര പേടിച്ച് പോയി ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ലാസ്റ്റ് വീക്കിലെ എന്നൊക്കെ പറഞ്ഞിരുന്നു. മറ്റേ ചെങ്കലിൻ്റെ ടാസ്ക് ഇല്ലേ അത്. അതിനുശേഷം എല്ലാവരും പോവുകയാണ്. സൗന്ദര്യം ദീപക്ക് സംസാരിക്കുന്നു. സൗന്ദര്യം പറയണം മുത്തു ഞാനും കൂടെ ലിവിംഗ് റൂമിൽ വരുമ്പം ലിവിംഗ് ഏരിയയിൽ വരുമ്പോൾ അവിടെ ഉള്ള നമ്മുടെ വാക്ക് തർക്കങ്ങളേ ഉള്ളൂ. റാദർ ദാൻ ദിസ് എനിക്ക് മുത്തുവിൻ്റെ ഇന്നസെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോഴത്തേക്കും ദീപക് പറയണം അവൻ ആ പ്രിൻസിപ്പിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സീസണിൽ എൻ്റെ ആവുന്നത് വരെ അവർ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്തിരിക്കും. അപ്പോൾ സൗന്ദര്യം പറയണം മുത്തു സ്ട്രോങ് ആണ്, ഇന്നസെൻ്റ് ആണ്, എനിക്ക് അവനെ ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്, ഇവിടുത്തെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. പക്ഷെ ഞാൻ അവനോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ജാക്കലിനും പറയാനും മാറിയിരിക്കുന്നു. ജാക്കലും പറയാണ് അവർ വിരോധം ആരുടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ സൗന്ദര്യയുടെ പേര് പറയുന്നതാണ് കരുതിയത്. പക്ഷെ അവരത് പറഞ്ഞില്ല. ജെഫ്രിയാണ് അവർ പറഞ്ഞത്. ജെഫ്രി ഓക്കെ ആണോ? അപ്പം റയാൻ ജെഫ്രി ഓക്കെ ഓഫ് ചെയ്യാം. ഓക്കെ നീ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ ആർക്ക് ഹേർട്ടായി? ജെഫ്രിയുടെ ഫാമിലിക്ക്. ജെഫ്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആർക്ക് ഹേർട്ടായി? നിന്റെ ഫാമിലിക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ജെഫ്രി വരുന്നു, കൈ കൊടുക്കുന്നു, ഓക്കെ കുഴപ്പമൊന്നുമില്ല, വിട്ടുകളാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിയുന്നു. ലാസ്റ്റ് മുത്തു ഫ്രീസ് എന്ന് പറയുന്നു. മുത്തു ഇങ്ങനെ ഫ്രീസ് ആയിരിക്കുന്നു. മുത്തുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മൂടുകയാണ് വീട്ടുകാർ. കണ്ണൊക്കെ എന്നിട്ട് എടുത്ത് മാറ്റുന്നു. മുത്തുവിൻ്റെ അമ്മയും അച്ഛനും സ്റ്റോർ റൂമിൽ നിന്ന് വരുന്നു. അമ്മ എനിക്ക് വേണ്ടിയാണ് എൻ്റെ പൊന്നുമോൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്നു. ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. അമ്മ പറയണേ അമ്മ പറയാണ് നല്ല വിളയാട്ടാ നീ, നല്ല വിളയാട്ട്, നല്ലോണം നീ കളിക്കുന്നുണ്ട്, നീ എപ്പോൾ സംസാരിക്കുന്നു നോക്കിയിരിക്കുകയാണ് പുറത്തെ ആൾക്കാർ, നിന്റെ എപ്പോൾ തുറക്കുമെന്ന്, കാരണം അത്ര സപ്പോർട്ടാണ് നിനക്ക് എന്നുള്ള ലെവലിൽ ഒരു ഇൻഡയറക്റ്റ് ഇത് കൊടുക്കുകയാണ്. മുത്ത് പറയണം ഒരാഴ്ച മുമ്പ് ഞാൻ ഡൗൺ ആയിരുന്നു, അത് വേണ്ട നീ ജയിച്ചിട്ട് വാ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കണ്ടസ്റ്റൻസിൻ്റെ ഓരോരുത്തരത്തും എങ്ങനെയുണ്ട്, നന്നായിട്ടിരിക്കുന്നില്ല, നന്നായിട്ട് കളിക്കേ, ജെഫ്രി കൈയെ കൊടുത്തിട്ട് അൻഷിത അടുത്ത് നിന്നിട്ട് അൻഷിത സുഖം തന്നെ മലയാളത്തിൽ ചോദിക്കുകയാണ് അൻഷിത അടുത്ത്. അൻഷിത സുഖം തന്നെ. അപ്പൊ അൻഷിത എങ്ങനെ അറിയാം മലയാളം? പറഞ്ഞു നല്ല അറിയാം, എനിക്ക് കൊഞ്ചം മലയാളവും തമിഴും അറിയാം. നിങ്ങൾ തമിഴ് സംസാരിക്കുന്നില്ലേ? അതുപോലെ എനിക്കും കൊഞ്ചം അറിയാം. അയ്യോ നല്ല അഴകാ, അയ്യോ മലയാളം വരുന്ന വായിൽ, അയ്യോ നല്ല അഴകാ പേசுறீங்க എന്ന് അൻഷിതയും പറഞ്ഞു. അപ്പൊ മലയാളത്തിലൊരു ടോക്ക് വരുന്നു. അപ്പൊ അൻഷിതയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുന്നു. ദെൻ അമ്മ വീണ്ടും നമ്മുടെ മുത്തുവിൻ്റെ പറയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു, നീ എന്താണോ നീ ഇവിടെ ചെയ്യുന്നത് നീ ആ കാര്യം മാത്രം ചെയ്താൽ മതി. നിനക്ക് എന്താണോ നല്ലതെന്ന് ചെയ്യുന്നത് ആ നല്ലതായിട്ടുള്ള കാര്യം നീ ചെയ്യണം. എൻ്റെ മോൻ മഹാരാജാവായിട്ട് പുറത്ത് വരണം. നീ കണക്കൊക്കെ വേഗമാണ് ഈ ഷോപ്പിംഗ് ടാസ്കിലൊക്കെ ചെയ്തെടുക്കുന്നത്. ബിഗ് ബോസ് വിരോധം ഉണ്ടോ ആരോടെങ്കിലും? അപ്പം അമ്മ പറയാണ് എല്ലാവരും എനിക്ക് മക്കളെ പോലെ തന്നെയാണ് ബിഗ് ബോസ്, അതുകൊണ്ടാണ് പറഞ്ഞത്, പറ വിരോധം ഉണ്ടോ? അപ്പം അച്ഛൻ പറയാണ് നേർക്ക് നേരെ പറ, ആരായാലും ഇപ്പം അരുണായാലും വിശാലായാലും നിങ്ങൾ തമ്മിൽ ആദ്യം അരുണും മുത്തും കൂടെ ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു, പിന്നീട് അരുണും ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ഇപ്പം ഡമുക്ക് ഡപ്പ വാ മാത്രം ഇങ്ങനെ ബാബാ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ പറയാണ്, മുത്തുവിൻ്റെ അച്ഛൻ. അപ്പോൾ സംസാരം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അവർ തമ്മിൽ. ഇപ്പോൾ ചെറിയൊരു കശാപിശയൊക്കെ അവർ തമ്മിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. പിന്നെ അടുത്ത ടാസ്ക് വരുന്നു. ഇത്രയും നാൾ മുത്തുവാണ് ഇവിടെ പേച്ചിത്തനമയായി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുത്തുവിനെ കുറിച്ച് 5 മിനിറ്റ് അവൻ്റെ അമ്മ പറയുമെന്ന് പറയുന്നു. അങ്ങനെ അമ്മ പറയാണ് മുത്തു എപ്പോഴും ഓടി നടക്കുന്ന ഒരാളാണ്, 80 ദിവസം അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം എനിക്ക് അവനെ മിസ്സിങ് ഒന്നും ചെയ്യത്തില്ല. ഇവൻ ജയിച്ചിട്ട് വരണം. ഇപ്പം വീട്ടിൽ 12 മണിക്ക് വരും, 4 മണിക്ക് പോകും. ടി വിയിൽ മാത്രമാണ് ഇവനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൻ ബുദ്ധിശാലിയാണ്. നമ്മൾ ആരുടെ കൂടെയാണോ എപ്പോഴും നിൽക്കുന്നത് അവരുടെ സ്വഭാവം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള ബുദ്ധിശാലികളുടെ കൂടെ നിന്നപ്പോൾ എൻ്റെ മോനും ബുദ്ധിശാലിയായി എന്ന് അമ്മ സ്കോർ ചെയ്തു. അപ്പോൾ മുത്തുവിന് ഈ ബുദ്ധിയും ഈ പേച്ചിത്തനമയൊക്കെ കിട്ടിയത് അമ്മയുടെ അടുത്തും തന്നെയാണ്. ആ സാധനം എല്ലാം അമ്മ പറഞ്ഞു. അപ്പോൾ മുത്തു പറയാണ് ഇവിടുത്തെ ബിഗ് ബോസ് ആണ് നമ്മുടെ അമ്മ, അച്ഛനെ പോലെ നമുക്ക് താക്കീത് തരുന്നതാണ് നമ്മുടെ വിജയ് സേതുപതി സാർ എന്നൊക്കെ പറയുന്നു. അടുത്ത് എന്നിട്ട് അവർ പോകുന്നു. അവർ പോയതിനു ശേഷം ദീപക്, മുത്തു, ജാക്കലിൻ, മഞ്ജരി ഇരിക്കുകയാണ്. ഓരോരോ കാര്യം ഫാമിലി വീക്കൊക്കെ എൻ്റെ ആയല്ലോ സംസാരിക്കുന്നു. ജാക്കലിൻ പറയാണ് എനിക്ക് കപ്പ് കിട്ടിയില്ല എങ്കിൽ, ഞാൻ ജയിച്ചില്ല എങ്കിൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ കപ്പിന് അർഹൻ എന്നെനിക്ക് തോന്നുന്ന ഒരാൾ മുത്തു നീയാണ്.
അതിനേക്കാളും വലുത് എനിക്ക് ഞാൻ ജയിക്കണമെന്നാണ്. അഥവാ ഇനി ഞാൻ ജയിച്ചില്ലെങ്കിൽ അതിനർഹൻ നീയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മഞ്ജരി പറയണം എനിക്കും അത് തന്നെയാണ്. അപ്പം ദീപക്കിനും അത് തന്നെയാണ് ഒപ്പീനിയൻ. പവിത്ര, റയാൻ, സൗന്ദര്യ മാറിയിരിക്കുന്നു. അപ്പോൾ സൗന്ദര്യ പറഞ്ഞു എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് ഓരോന്നിങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരി എന്ന് റയാൻ നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ജാക്കും അല്ല അതിന് ഉത്തരവാദി. അപ്പോഴത്തേക്കും പവിത്ര പറയാണ് നീ ഒരു കംഫർട്ട് സോണിൽ നീ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നു എന്നാണ് നിന്റെ വീട്ടുകാർ പറഞ്ഞത് റയാൻ. അപ്പം സൗന്ദര്യ പറഞ്ഞു നീ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോഴത്തേക്കും സൗന്ദര്യ നീ ഓപ്പൺ അപ്പ് ആവും, എല്ലാവരുടെയും കൂടെ നീ ഇല്ല. അപ്പോൾ പവിത്ര ജാക്കിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ഇൻസിഡൻസ്. അപ്പോൾ സൗന്ദര്യ നിന്റെ ഗെയിമിൽ അഫക്റ്റ് ആവുമെന്ന് കരുതിയിട്ടാണ് നിന്റെ വീട്ടുകാർ വന്ന് അവരങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നു. ദെൻ അരുൺ, മുത്തു, മഞ്ജരി രാത്രി കിച്ചണിൽ നിൽക്കുകയാണ്. പവിത്രയുണ്ട്. അപ്പോൾ അരുൺ പറയാണ് ആ ബൊമ്മയുടെ കേസ് ഞാൻ തല ഇങ്ങനെ തിരിക്കാൻ പറഞ്ഞത് വളരെ ഫണ്ണായിട്ടാണ് മഞ്ജരി. അപ്പോൾ മുത്തു പറയാണ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞെങ്കിൽ അപ്പം തന്നെ അങ്ങ് തീർന്നു പോയേനെ അത്. മഞ്ജരി പറയാണ് ഞാനത് സംഭവം അത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല, അത് കേട്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു, അതാണ് ഞാൻ മുത്തുവിൻ്റെ അടുത്ത് പറഞ്ഞത്, അതിന് മേതെ അതൊന്നുമില്ല, അത് എന്ത് ഫണ്ണാണ് മുത്തു എന്ന് ഞാൻ ചോദിച്ചതേ വേറെ ഒന്നുമില്ല എന്ന് പറയുന്നു. എന്നിട്ട് മുത്തു പറയണത് പേരൻസിൻ്റെ അവർക്ക് തോന്നിയൊരു സംഭവമാണ്, അവർക്ക് പേരൻസ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അവർക്ക് ഇമോഷൻ ഫീൽ ചെയ്യും എന്ന് പറയുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. നാളെ നമുക്ക് നോക്കാം എന്താകും ഏതാകും എന്നറിയില്ല. നാളെ ഫ്രണ്ട്സൊക്കെ വരുമ്പം അടിപൊട്ടുമോ അതോ കുഴിയിൽ വീഴുമോ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഫാമിലി വീക്ക് തീർന്നു. നാളത്തെ കൂടെ ഉണ്ടല്ലോ ഫ്രണ്ട്സാണ്. അതിനുശേഷം പിന്നെ വീക്കെൻഡ് വരുന്നു, ടിക്കറ്റ് ടു ഫിനാലെ വരുന്നു, പണപ്പെട്ടി വരുന്നു, സീസൺ എൻഡ് ആവുന്നു. അപ്പം നാളത്തെ റിവ്യൂ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.